ഹലോ ഗെയ്സ്, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് ഓർഗാനിക്കായിട്ട് മൈലാഞ്ചി അരയ്ക്കുക എന്നുള്ളതാണ്. മൈലാഞ്ചി എൻ്റെ മോളാട്ടോ നുള്ളിയിരുന്നത്. മൈലാഞ്ചി കൊമ്പ് ഒടിച്ചുങ്ങാണ്ട് പോ നിൽക്കുകയാണ്. മൈലാഞ്ചി ഊരി പോരാൻ പറഞ്ഞിട്ട് കൊമ്പൊക്കെ ഒടിച്ചുങ്ങാണ്ട് പോന്നിട്ടുണ്ട്. മൈലാഞ്ചിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഊരുമ്പോൾ. അതിൻ്റെ അകത്ത് മുള്ളുകളൊക്കെ ഉണ്ട്. ഇത് നെയ്ഷുട്ടി ഓളടുന്ന് പോയിട്ട് മൈലാഞ്ചി അങ്ങ് കണ്ടില്ലേ, ഒന്നാകെ കൊമ്പോടുക്കനെ ഒടിച്ച് പോ നിൽക്കുകയാണ്. നെയ്ഷുട്ടി ഓടിപ്പോയിട്ട് വലിച്ചു വെക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് മുള്ളുണ്ട് എന്നുള്ളത് അവനക്കറിയില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ. എന്നിട്ട് അതൊന്നാകെ വലിച്ചുകൊണ്ട് ഓനും പോരുന്നു. നമ്മളെന്താ ചെയ്യുന്നത്, അതൊക്കെ ഓനും ഒപ്പം നടന്ന് ചെയ്യും. ഏതായാലും ഓരോ കുസൃതികൾ കാണാൻ നല്ല രസമാണ്. പിന്നെ അതൊക്കെ ഓളന്നെ ഊരി ഒക്കെ ഒരു ഒരു പാത്രത്തേക്ക് ഇട്ട് വെച്ചിട്ടുള്ളതാണിത്. എന്നിട്ട് അരക്കെല്ലാം വെച്ച് കുറേ നേരം ഒപ്പം നടക്കും. ഓക്കാണെങ്കിൽ അരച്ചിട്ട് വേണം തോണ്ടി കൈമ കൗത്താൻ. ഏതായാലും ഇനി അരക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പം കൊണ്ടുവന്ന് വെച്ചതാണ്. ഇതിന് അളവൊക്കെ എടുത്തിട്ടാണ് ഞാൻ ചായപ്പൊടി വെള്ളത്തിലാണ് ഞാനിത് അരക്കുക. അപ്പോൾ വെള്ളം ഞാൻ 1.5 ഗ്ലാസ് വെള്ളം എടുക്കും. എന്നിട്ട് അതിക്ക് 3 സ്പൂണ് ചായപ്പൊടി ഇടും. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കും. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് അളവെടുക്കുന്നത്. അളവൊക്കെ എടുത്തതിന് ശേഷം ചായപ്പേന എടുത്തുകൊണ്ട് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. നന്നായി തിളച്ച് വരുമ്പോഴാണ് ചായപ്പൊടി ഇട്ടത്. ചായപ്പൊടി ഇട്ട് നന്നായിട്ട് അതിൽ കടന്ന് വന്നറിയണം. അത് സിമ്മിലിട്ട് വെച്ചാൽ മതി. നല്ല തിളച്ചതിന് ശേഷം സിമ്മിലിട്ട് വെക്കുക. പോകാണ്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് തിളക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ പതിക്കും. നന്നായിട്ട് അരയും. എന്നിട്ട് പിന്നെ നമ്മൾ വേറെ പാത്രത്തേക്കൊക്കെ മാറ്റി വെക്കുക. എന്നിട്ട് അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാക്കിയിട്ടാണ് അരച്ചിട്ടുള്ളത്. തലയിലൊക്കെ ഇട്ട് കൊടുക്കാണ്ടേ, അപ്പോൾ തലയിലൊക്കെ ഇട്ട് കൊടുക്കും. മുകളിൽ പിന്നെ ഒരു ഈർക്കിളിയും കൊണ്ടാണ് അവിടെ കാത്തിരിക്കുന്നത്. ഓക്ക് കയ്യുമ്മൊക്കെ ഇടണം എന്നിട്ട് അവിടെ ടൈമൊന്നും കിട്ടിയിട്ടില്ല നെയ്ഷുട്ടി വലിച്ചിട്ട്.
എന്നിട്ട് നന്നായിട്ട് അരച്ചതിൻ്റെ ശേഷം പ്ലേറ്റിലോട്ട് മാറ്റിയതാണിത്.